ഇങ്ങനെ മികവാർന്നു നിൽക്കുകയാണ് സഭയിൽ നിന്നും വിട്ടുപോയ ഒരു സമൂഹം എന്നുള്ള നിലയിൽ. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ കാതോലിക്ക ബാവ സുപ്രീം കോടതിയിലങ്ങ് എഴുതി കൊടുത്തു, രണ്ട് സഭയും രണ്ട് വിശ്വാസവുമാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അബദ്ധമായി പോയല്ലോ എന്ന്. പിന്നെ അത് തിരിച്ചെടുക്കാൻ നോക്കി. കോടതി പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുമ്പോൾ എഴുതാനും തോന്നുമ്പോൾ തരാനും പിന്നെ എടുത്തു മാറ്റാനും പറ്റുന്നതല്ല, അതിവിടെ തന്നെ ഫയലിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ വഴക്കടിക്കണേ? രണ്ട് സഭയല്ലേ, രണ്ട് വിശ്വാസമല്ല. അതല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ബാവ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയല്ലേ നമ്മളും പറയണേ. ഒന്നായ സഭയ്ക്ക് ഒന്നാകുന്നതിന് ഒരു അടിസ്ഥാനമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ സിംഹാസനവും പരിശുദ്ധ പാത്രീക്കീസ് ബാവയുമാണ്. ഒരു കാര്യം മാത്രം നമ്മുടെ സഹോദരങ്ങൾ 34 അത് മാത്രം അവർക്ക് പറയാനുള്ളൂ. ഈ 34 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാക്കിയെല്ലാം അങ്ങ് മറന്നുപോകും. കോടതി വിധി പറയും. കോടതി വിധിയിൽ 95 വിധിയിലും 2017 വിധിയിലും അതിനുശേഷമുള്ള വിധി, ഏറ്റവും ഒടുവിൽ വന്ന വിധിയിലും കുറേ കാര്യങ്ങൾ അതെല്ലാം അങ്ങ് വിട്ടുകളയും. 34 മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതും ഒരു ഇൻവാലിഡ് ഡോക്യുമെൻ്റ്. പക്ഷേ കോടതി അംഗീകരിച്ചു. അതിനൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ പേരിൽ എല്ലാ പള്ളികളും ഇറങ്ങിക്കൊടുക്കണമെന്ന് പറയും എന്തർത്ഥമാണുള്ളത്? നമ്മുടെ പള്ളികളിലെ എല്ലാം സ്ട്രെങ്ത് ഒന്ന് എടുത്തു നോക്കൂ. ക്രിസ്തീയമായിട്ട് ചിന്തിക്കണ്ടേ? വ്യവഹാരത്തിന് പോയാൽ ഒരിക്കലും അവസാനിക്കുകയല്ല. ഇനിയും ഒരു 2 തലമുറയ്ക്ക് അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് വ്യവഹാരം പറയാൻ പറ്റും. സുപ്രീം കോടതിയും പറഞ്ഞു, നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക. ഇനിയും 100 വർഷം കേസ് പറഞ്ഞ് തീരത്തില്ല എന്നാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. പ്രിയമുള്ളവർ, കുറിഞ്ഞിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ, അവിടെ സമാധാനപരമായ കാര്യങ്ങൾ പോവുകയായിരുന്നു. കുറിഞ്ഞിപ്പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുറിഞ്ഞിപ്പള്ളി ഒരിക്കലും മലങ്കര അസോസിയേഷൻ പങ്കെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ പറയുമ്പം മലങ്കര അസോസിയേഷൻ എന്തുകൊണ്ട് പങ്കെടുത്തു? അന്ന് യാക്കോബായ സഭയുടെ ദേവാലയങ്ങൾ മലങ്കര അസോസിയേഷൻ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ ആ അസോസിയേഷൻ്റെ പരമാധ്യക്ഷൻ പരിശുദ്ധ പാത്രീക്കീസ് ബാവയാണ്. അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരമാധ്യക്ഷൻ പരിശുദ്ധ പാത്രീക്കീസ് ബാവയാണ്. ആഗമാന സുറിയാനി സഭയുടെ തലവനും അതിൻ്റെ ഒരു വിഭാഗവുമാണ് ഈ നമ്മുടെ കാതോലിക്ക ബാവായുടെ സഭയെന്ന് പറയുന്നത്. അതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അംഗീകരിക്കുന്ന പാത്രീക്കീസ് ഉണ്ടെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന്. അതിന് കൃത്യമായ മറുപടി 2017 കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ ചർച്ചിൻ്റെ പേട്രിയാർക്കിനെ വാഴിക്കുന്നത് കാനൻ അനുസരിച്ചുള്ള യൂണിവേഴ്സൽ സിനഡിൻ്റെ നിയമം അനുസരിച്ചാണ്. അതിന് നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിങ്ങളുടെയും പാത്രീക്കീസാണ്, പേരെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാത്രീക്കീസിനെ വിമർശിക്കുന്നു, പാത്രീക്കീസിനെ മാറ്റി നിർത്തുന്നു, വിദേശിയൊന്നും വേണ്ട, ഇതൊക്കെ പറയുമ്പോഴും ഈ വിദേശികളുടെ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ വിശ്വാസം നിൽക്കുന്ന ദൈവമക്കളുടെ ആരാധനാലയങ്ങളും സംവിധാനങ്ങളുമൊക്കെ അവർക്ക് വേണം. ഇതെന്തൊരു ന്യായമാണ്? അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? അതല്ലേ ക്രിസ്തീയത എന്ന് പറയുന്നത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. എത്ര പ്രാവശ്യം ഇതൊക്കെ പറയുന്നു. പിന്നെയും ഇതങ്ങനെയൊന്നും പോരാ, എല്ലാം വേണമെന്നാണ് പറയുന്നത്. കുറിഞ്ഞിപ്പള്ളിയിൽ അവിടെ ഒരു നിയമമുണ്ട്, ഒരു നിയമസംഹിതയുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്ന് പറയുന്നത് പാലാൽ ഫാമിലി എന്ന് വെച്ചാൽ നമ്മുടെ പരിമല തിരുമേനിയുടെ സഹോദരിയെ കെട്ടിച്ചിരിക്കുന്ന ഫാമിലിയാണ് പാലാൽ ഫാമിലി കുറിഞ്ഞിയിൽ. ആ പാലാൽ ഫാമിലി 20 പേരും ആ പള്ളിയിൽ 20 പേരും അടങ്ങുന്ന 40 പേരാണ് ആ ഒരു ഉടമ്പടിയിലുള്ളത്. അതിലിപ്പോൾ പല ഫാമിലിയിൽ ആളുകളുണ്ട്, നമ്മുടെ ആളുകളുണ്ട്, ഓർത്തഡോക്സ് സഭയിലെ ആളുകളുമുണ്ട്. അവർ കോടതിയിൽ വാദിച്ചു 95 വിധിക്ക് ശേഷം 34 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഈ പള്ളി ഭരിക്കപ്പെടേണ്ടതെന്ന്. അന്ന് കോടതി അത് അംഗീകരിച്ചു. എന്നാൽ ആ വിധി സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തു. അവിടുത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാത്രീക്കീസ് കക്ഷിയുടെ കയ്യിലാണ് ഇപ്പോൾ ദേവാലയം മുഴുവനായിട്ടിരിക്കേണ്ടത്. അന്ന് ഓർത്തഡോക്സിൽ അച്ഛൻ ഉണ്ടായിരുന്ന, യാക്കോബായ സഭയിൽ ഉണ്ടായിരുന്ന അച്ഛൻ മറ്റിടത്തേക്ക് മാറിപ്പോയതാണ്. അങ്ങനെ ഒരു സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ സെക്രട്ടറി നമ്മുടെ ആളാണ്. ട്രസ്റ്റി പാലാൽ കുടുംബത്തിലെയാണ്. ട്രസ്റ്റിയാണ് നമ്മളുടെ വൈദികനും അവിടെ ശമ്പളം കൊടുക്കുന്നത്.
അവരുടെ ഒരു വൈദികൻ മാത്രമേ അവിടെ കയറാൻ അനുവാദമുള്ളൂ. സ്പെസിഫിക്കായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. മറിച്ചുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ അതിനെക്കുറിച്ച് എതിർക്കുമ്പോൾ ഇങ്ങനെയുള്ള പെപ്പർ സ്പ്രേ പരിപാടിയൊക്കെയാണ് നടത്തുന്നത്. പള്ളിയിലൊക്കെ വരുന്നവർ അഴിഞ്ഞാടുമായിരുന്നു അങ്ങോട്ട്, തമ്മിത്തല്ലും ബഹളമൊക്കെ ആയിട്ട്. കാണുമ്പോൾ വളരെ വേദനയാണ്. കുപ്പായം വിട്ട വൈദികരൊക്കെ ഇങ്ങനെ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് നമുക്ക് മാറി സഞ്ചരിക്കുന്നത്. അനുകൂലമായ വിധി ഉണ്ടായപ്പോൾ മുളന്തുരുത്തിയിലും പർവ്വതവുമൊക്കെ എന്തോ പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. ആയുധങ്ങളായിട്ട് പള്ളി പിടിക്കാം. ആരും പള്ളി പിടിക്കാൻ പോയിട്ടില്ല, പള്ളി പിടിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുമില്ല. നിയമം നമുക്ക് അനുകൂലമാണ്. ആ നിയമത്തിലൂടെ തന്നെ ആ ദേവാലയങ്ങൾ അർഹതപ്പെട്ടവനെ തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടി പരിശ്രമിക്കും. ആ പരിശ്രമം തുടരുക തന്നെ ചെയ്യും. വിപ്ലവമുണ്ടാക്കിയിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ആരെയും അടിച്ചൊതുക്കിയിട്ടോ ഒന്നും തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോലീസാണ് നമ്മളെ ഇറക്കി വിട്ടത്, കോടതി വിധിയിലൂടെയാണ് ഇറക്കി വിട്ടത്. ആ വിധികളൊന്നും ശരിയായില്ല എന്നും നടപടികൾ തെറ്റായിപ്പോയി എന്നും കർശനമായ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഞാൻ കൂടുതലൊന്നും ഈ വിഷയം സംസാരിക്കാറില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയും സംസാരിക്കാറില്ല. പക്ഷെ നിരന്തരമായ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ചിലത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്നേഹത്തോടെ സഹവസിക്കാം പ്രിയമുള്ളവരെ, സമാധാനത്തോടെ ജീവിക്കാം സഹോദരങ്ങളെപ്പോലെ. വഴക്ക് വേണ്ട, വ്യവഹാരം വേണ്ട, നമുക്ക് ചർച്ച ചെയ്യാം. അർഹതപ്പെട്ടത് തിരിച്ചു കൊടുക്കണം. അതാണ് നീതി, അതാണ് ദൈവിക നീതി. ആ നിലയ്ക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. പഴയതുപോലെ ഇനിയും പള്ളികൾ പോലീസിനെ കൂടെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകാൻ ഇനി പറ്റത്തില്ല. 6 പള്ളികളുടെ കേസ് സുപ്രീം കോടതിയിൽ നിന്നും വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് ഹൈക്കോടതി എൻഡോഴ്സ് ചെയ്തു. ഇനി പള്ളിപിടുത്തവും നടക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ആശ്വാസമാണ് അതെല്ലാം എന്ന് കരുതി ആഹ്ലാദം അല്ലെങ്കിൽ വിജയാഹ്ലാദം നടത്താൻ ഞാൻ ആരെ ആഹ്വാനം ചെയ്യുന്നില്ല. ദൈവത്തിന് നന്ദി കരയറ്റുക. ഇനിയും പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പ്രതികൂലതകൾ ഉണ്ടായേക്കാം. ഈ ദേവാലയം എത്രയോ വർഷം വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമാണ്. 25 വർഷം മുമ്പ് ദിവംഗതനായ ശ്രീ NP ചാക്കോ പാപ്പച്ചൻ അച്ചായൻ കളപ്പുരയ്ക്കൽ, ആ പ്രിയപ്പെട്ട സഹോദരനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എത്രയോ വർഷം അദ്ദേഹം ഈ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടി. ആലുവാലി വലിയ തിരുമേനിയുടെയൊക്കെ കാലം മുതൽക്ക് നിലനിർത്തി. ഇന്ന് നമുക്കിവിടെ ആരാധിക്കുവാൻ പറ്റുന്നുണ്ട്. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു സുഹൃതമാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ അഡ്വക്കേറ്റ് KP നൈനാൻ കോട്ടപ്പറമ്പിൽ, ശ്രേഷ്ഠനായ ഒരു ലോയർ, ഈ ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ത്യാഗോജ്വലമായ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോട്ടയം കളക്ട്രേറ്റിൽ അദ്ദേഹത്തിന് ഈ കേസ് നടത്താൻ വേണ്ടി തന്നെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം സ്വാധീനമുള്ള ഒരു മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ പാത്രീരിഗീസ് ബാവ, ഇഗ്നാത്യോസ് സഖാവുന്നാമൻ ബാവ അദ്ദേഹത്തിന് സെയിൻറ്റ് എഫ്രേം ദി സിറിയൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ പരിശുദ്ധ ദൈവാലയം പരിശുദ്ധ സിംഹാസനവുമായി, പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു പരിശുദ്ധ ദൈവാലയമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി. നമ്മുടെ സഹോദരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഞാൻ പാഴ്വാക്ക് പറയുന്ന ആളല്ല, ഞാൻ സംസാരിക്കുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ വിപരീതമായി പിന്നീടും ദേവാലയങ്ങളിൽ സംഘർഷങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സ് വല്ലാണ്ട് പെടയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഇനിയാണെങ്കിലും നേതൃത്വം പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി പള്ളിക്കാർക്ക് റെഡിയായിട്ട് നിൽക്കുക തിരിച്ച് കയറാനായിട്ട്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും കയറണ്ട. അതിനൊരു ലീഗൽ പ്രൊസീജിയറുണ്ട്. നമ്മളായിട്ട് നിയമം ലംഘിക്കാൻ ഞാനായിട്ട് പറയില്ല എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ പള്ളികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പലരും പുതിയ ദേവാലയങ്ങൾ വെച്ചു. ഒരു പക്ഷേങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തിൽ മികവുറ്റ ദേവാലയങ്ങൾ. കഴിഞ്ഞ ദിവസം മണ്ണത്തൂർ പുതിയ ദേവാലയം കൂരാശി, എത്ര മനോഹരമായ ദേവാലയം. ഇന്നിപ്പോൾ അവരും നമ്മുടെ ഇവിടെ സഹകരിക്കുന്നുണ്ട്. ആ
വ്യവഹാരത്തിൻ്റെ കാർമേഘങ്ങളും എല്ലാം അവസാനിച്ചു എന്ന് കരുതി എല്ലായിടത്തും നമ്മൾ പുറത്തുപോയി പുതിയ ദേവാലയം പണിയുമെന്ന് കരുതി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അതൊരു ദൈവിക നീതി അല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ അത് സത്യവും ദൈവിക നീതി ഉണ്ടായിരുന്നുവെങ്കിൽ മിക്കവാറും നമ്മുടെ എല്ലാ ദൈവാലയങ്ങളും നഷ്ടപ്പെട്ടേനെ. അവിടെയാണ് ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നമുക്ക് സ്തുതി കരേറ്റാം. പരിശുദ്ധ സഭയിൽ സമാധാനമുണ്ടാകട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറട്ടെ, സഹോദരങ്ങൾ തമ്മിൽ സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചിലയിടങ്ങൾ ഒരു പക്ഷേങ്കിൽ പങ്കുവെക്കേണ്ടി വരുമായിരിക്കാം. പണ്ടങ്ങനെ എത്രയോ വർഷങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? അങ്ങനെയുള്ള ഇടങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാണ്. സെമിത്തേരികൾ ഒരിക്കലും കലഹത്തിൻ്റെ ഭൂമിയാകാൻ പാടില്ല. അവിടെയെല്ലാം വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ തർക്കത്തിനാരും മുതിരരുത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചർച്ചയിലൂടെ ഗവൺമെൻറ് തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരിട്ട് എല്ലാ ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അതിനാൽ നമ്മൾ സന്നദ്ധരാണ്. ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗംഭീരമായ സ്വീകരണമായിരുന്നു രാവിലെ. ഈ ഇടവക മുഴുവനും രാവിലെ 6:30 മണിക്ക് ഇവിടെ എത്തി. ഒത്തിരി സന്തോഷമായി. പ്രിയപ്പെട്ട നമ്മുടെ അച്ഛന്മാരും നമ്മുടെ ട്രസ്റ്റിമാരും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഒരു പേര് പറഞ്ഞാൽ എന്നാൽ തിരുമേനി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. സഭയെ കരുതണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയ്ക്കും സഭയോടുള്ള സ്നേഹത്തിനും നിങ്ങളുടെ സമർപ്പണത്തിനും ദൈവസന്നിധിയിൽ ഞാൻ നന്ദി കരേറ്റുന്നു. നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാളിന് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നേരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ പുറത്തു വന്നോ? എന്തെങ്കിലും സൂചനയുണ്ടോ? ഏത് പാർട്ടി വന്നാലും നമ്മൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെയാണ്. അത് നമ്മുടെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് അതിപ്പോൾ ഞാനിവിടെ പറയുന്നൊന്നുമില്ല. എന്തായാലും പുതിയ ഭരണം ഉറപ്പാക്കി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ സംവിധാനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സഭയുടെ വിഷയത്തിലൊക്കെ നീതിയുക്തമായ നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെടാതിരിക്കാൻ ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പലപ്പോഴും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് പെട്ടെന്ന് വന്ന് കാര്യങ്ങളൊക്കെ ശാന്തമാക്കി എന്ന് പറഞ്ഞതുപോലെ നീതിയുക്തമായിട്ട് ഇടപെടാൻ ഗവൺമെൻറ്റിന് പൊളിറ്റിക്കൽ പാർട്ടീസിന് സാധിക്കണം. നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തെ ഇതുവരെ അങ്ങനെ ആരും കൈവിട്ടിട്ടില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പാകപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും കോടതി തന്നെ ആ കാര്യങ്ങൾ തിരുത്തി തന്നതിനാൽ നമുക്കെല്ലാവർക്കും ആശ്വാസമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.